യുപിയിലെ ഹാത്രസിൽ പിന്നെ TVK റാലിയിൽ ഏറ്റവും ഒടുവിൽ ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്തടക്കം നമ്മൾ കണ്ടതാണ്. ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ, മഹാദുരന്തങ്ങൾ ആ തീയോർമോൾ കൊണ്ടാണ് ഇന്നലെ ആ സന്നിധാനത്തിരക്കേണ്ട അപായകരം, ഭയാനകം എന്ന് പറഞ്ഞത് പ്രതിപക്ഷമോ മാധ്യമങ്ങളോ അല്ല, ദേവസ്വം ബോർഡ് അധ്യക്ഷൻ സാക്ഷാൽ ജയകുമാർ തന്നെയാണ്. വാസുവിനെ പോലെയോ പ്രശാന്തിനെ പോലെയോ രാഷ്ട്രീയ ബാഗേജ് ഇല്ലാത്തതിന്റെ ബലത്തിൽ തുറന്നു പറഞ്ഞാണ്. ഇന്ന് കോടതി ഒരുപടി കൂടി കടന്നു പറയുന്നു. അവർ ഭക്തരാണ്, അയ്യപ്പനെ കാണാൻ വരുന്നവരാണ്. ആ ക്യൂവിൽ നിർത്തി കഷ്ടപ്പെടുത്തി ശ്വാസം മുട്ടി മരിക്കാൻ വിട്ടുകൊടുക്കാനാവില്ല. നീചമായ കാട്ടുകൊള്ളയിൽ പോറ്റിക്ക് വിരിച്ച പരവതാനിയിൽ കള്ളക്കളികളിൽ നാണം കെട്ടിറങ്ങിപ്പോയ ദേവസ്വം ബോർഡിനല്ല അപ്രഹരം, നേർക്കുന്നവർ സർക്കാരിനാണ്. എന്തോ മാസ്റ്റർ പ്ലാൻ, ക്രൗഡ് മാനേജ്മെന്റ്, സെമിനാർ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ആൾക്കൂട്ട നിയന്ത്രണം എന്നൊക്കെ ചുമ്മാതെങ്ങ് വീശിത്തള്ളി വെള്ളാപ്പള്ളി അടക്കം സമുദായ നേതാക്കളെ ഷോക്കേസ് ചെയ്യാൻ നടത്തിയ കാപട്യം ആ രാഷ്ട്രീയ സംഗമം കഴിഞ്ഞിട്ട് മാസമൊന്നും ആയിട്ടില്ല. ആ ഹൈടെക് നിയന്ത്രണമൊക്കെ പോട്ടെ, 10-12 മണിക്കൂർ ഒറ്റക്കാലിൽ നിൽക്കുന്ന അയ്യപ്പന്മാർക്ക്, ക്ഷീണിച്ചു പോയ കുഞ്ഞുങ്ങൾക്ക്, അമ്മമാർക്ക് കുറച്ച് പച്ചവെള്ളം കൊടുക്കാൻ എന്താണോ ഇത്ര പ്രയാസം എന്നാണ് കോടതി സമക്ഷം ചോദ്യമുന. ഏതോ ക്യൂ കോംപ്ലക്സ് ഉണ്ടായിട്ടും അതൊന്ന് അടിച്ചുവാരി വൃത്തിയാക്കി സൗകര്യങ്ങൾ ഉണ്ടാക്കാതെ നടപ്പന്തലിൽ കാലിക്കൂട്ടങ്ങളെ പോലെ മനുഷ്യരെ നിർത്തലാണെങ്കിൽ ആ തീർത്ഥാടന കേന്ദ്രത്തോട് കാണിക്കുന്ന അവഹേളനമാണ് അനാസ്ഥയുടെ പരകോടി. 53 ലക്ഷം തീർത്ഥാടകർക്ക് 1000 ടോയ്ലറ്റ് കൊണ്ട് എന്തു ചെയ്യാനാ എന്ന് പോയ വാരം കോടതി ചോദിച്ചതാണ്. ഒരു 10 എണ്ണം അധികം വെക്കാൻ കഴിവില്ലാത്ത സംഘം ഉള്ള കക്കൂസ് പോലും വൃത്തിയാക്കാൻ തമിഴ്നാട്ടിൽ നാളെ കൊണ്ടുവരും എന്ന് ജയകുമാർ ഇന്നലെ പറയേണ്ടി വരുന്ന ഗതികേടാണെങ്കിൽ ഇറങ്ങിപ്പോയ ദേവസ്വം ബോർഡ് ദ്വാരപാലപാളികൾ ഇളക്കുന്ന ഉടായ്പൽ അതെന്തെങ്കിലും ചെയ്തോ? അടിമുടി മാലിന്യം നിറഞ്ഞു മുങ്ങിക്കുളിച്ചാൽ രോഗം വരുമെന്ന് ഉറപ്പില്ലാത്ത പമ്പാ നദിയെപ്പറ്റി, കുടിവെള്ളം കൊടുക്കാൻ ആളില്ലാത്തതിനെപ്പറ്റി, കാട്ടിൽ കയറിയ ഏകോപനത്തെപ്പറ്റി ജയകുമാർ ക്ലാരിറ്റിയോടെ തുറന്ന് സംവദിക്കുമ്പോഴാണ് ഇറങ്ങിപ്പോയ പ്രശാന്തിന്റെ ന്യായീകരണം പ്രതിപക്ഷം സുവർണാവസരമാക്കുന്നുവെന്നാണ്. നരകയാതന ലോകം മൊത്തം കണ്ടിട്ടും ക്യാപ്സ്യൂൾ ഇറക്കാൻ തോന്നിയല്ലോ പ്രശാന്തിയെ, കഷ്ടമാണ്. യോഗം ചേരാൻ എന്തോ പെരുമാറ്റച്ചട്ടം തടസ്സമായെന്നാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന തീർത്ഥാടനം എന്ന മട്ടിലാണ് വിദണ്ഡ ന്യായങ്ങൾ. മന്ത്രി വൃശ്ചികമൊന്നും ഇന്നലെ എങ്ങ് പൊട്ടി വീണതല്ല. ദ്വാരപാലകരെന്നും മേൽക്കൂരയെന്നും കട്ടളയെന്നും പറഞ്ഞ് സ്വർണ്ണമുള്ളതൊക്കെ 6 മാസം ഇളക്കുന്ന അറ്റകുറ്റപ്പണി ശുഷ്കാന്തിയുടെ 1001 കുറച്ച് കുടിവെള്ളം കൊടുക്കാൻ, ആ കക്കൂസ് ഒന്ന് വൃത്തിയാക്കാൻ കാണിക്കണം സർക്കാരെ. അവർ മാടിൻ കൂട്ടമല്ല, മനുഷ്യരാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.